Namaskaram. Connect, start, run and reverse direction of rotor of slip ring motor through rotor resistance starter and determine performance characteristics എന്ന സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യാനാകും. ഒരു 3 ഫേസ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ ടെർമിനലുകൾ തിരിച്ചറിയുക. റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ വഴി 3 ഫേസ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ വയറപ്പ് ചെയ്ത് ബന്ധിപ്പിക്കുക. 3 ഫേസ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ആരംഭിച്ച് പ്രവർത്തിപ്പിക്കുക. സ്റ്റാർട്ടിംഗ് കറന്റും പ്രവർത്തിക്കുന്ന കറന്റും അളക്കുക. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ വിപരീതമാക്കുക. 3 ഫേസ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൽ ലോഡ് പ്രയോഗിച്ച് സ്ലിപ്പ് അളക്കുക. ഈ പരിശോധന നടത്താൻ ആവശ്യമായ ഉപകരണങ്ങൾ ഇവയാണ്: 3 ഫേസ് 5 HP 415 volts 50 Hz സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ, റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടറും ബ്രേക്ക് ലോഡിംഗ് ക്രമീകരണവും. MI വോൾട്ട് മീറ്റർ 0 to 600 volt, MI അമ്മീറ്റർ 0 to 10 amp, വാട്ട് മീറ്റർ UPF 600 watt 5 amp, ട്രിപ്പിൾ പോൾ സിംഗിൾ ത്രോ TPST സ്വിച്ച്. ടാക്കോമീറ്റർ. ബന്ധിപ്പിക്കുന്ന വയറുകൾ. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ രേഖപ്പെടുത്തുക എന്നതാണ് ടെസ്റ്റ് നടത്തുന്നതിന് മുമ്പുള്ള ആദ്യ പടി. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ ടെർമിനലുകൾ റോട്ടർ ടെർമിനലുകളും സ്റ്റേറ്റർ ടെർമിനലുകളും ആയി തിരിച്ചറിയാം. മീറ്ററുകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് സർക്യൂട്ട് റിഗ് ചെയ്യേണ്ടതുണ്ട്. ഒരു 3 ഫേസ് AC സപ്ലൈയിൽ നിന്ന് ഓരോ ഘട്ടത്തിൽ നിന്നും ഒരു TPST സ്വിച്ചിന്റെ ആന്തരിക ഭാഗത്തേക്ക് വയറുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. A-B ഘട്ടങ്ങൾക്കിടയിലുള്ള ലൈൻ വോൾട്ടേജ് അളക്കാൻ വോൾട്ട് മീറ്റർ ബന്ധിപ്പിച്ചിരിക്കുന്നു. B ഫേസ് കറന്റ് അളക്കാൻ അമ്മീറ്റർ സീരീസിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് മോട്ടറിന്റെ സ്റ്റേറ്റർ ഫേസ് വൈൻഡിങ്ങുകൾ അമ്മീറ്റർ വഴി TPST സ്വിച്ചിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു. റോട്ടർ ഫേസ് വൈൻഡിങ്ങുകൾ ബാഹ്യ പ്രതിരോധവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. യന്ത്രത്തിന്റെ റോട്ടർ മെക്കാനിക്കലായി ഒരു ബ്രേക്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ലോഡിംഗ് ക്രമീകരണം ഹാൻഡ് വീലുകൾ മുറുക്കുന്നതിലൂടെ മോട്ടറിലെ ലോഡ് വർദ്ധിപ്പിക്കാൻ കഴിയും. വാട്ട് മീറ്റർ 1, വാട്ട് മീറ്റർ 2 എന്നിവയുടെ V ടെർമിനലുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിന്റെ പൊതുവായ പോയിന്റ് Y ഘട്ടവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ടെസ്റ്റ് സജ്ജീകരണത്തിന്റെ പ്രാരംഭ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഞങ്ങൾ പരീക്ഷണം നടത്താൻ തയ്യാറാണ്. റോട്ടർ സർക്യൂട്ടിൽ എക്സ്ട്രാ റെസിസ്റ്റൻസ് ഇല്ലാതെ 3 ഫേസ് പവർ സപ്ലൈ സ്വിച്ച് ഓഫ് ചെയ്യുക. ഒപ്പം TPST സ്വിച്ച് ക്ലോസ് ചെയ്യുക. വോൾട്ട് മീറ്റർ റീഡിംഗും റേറ്റ് ചെയ്ത വൈദ്യുതധാരയ്ക്ക് മുകളിലുള്ള മൂല്യമുള്ള സ്റ്റാർട്ടിംഗ് കറന്റ് കാണിക്കുന്ന അമ്മീറ്റർ റീഡിംഗുകൾ നിരീക്ഷിക്കുകയും ചെയ്യുക. പ്രാരംഭ കറന്റ് ശ്രദ്ധിക്കുക. മോട്ടോർ പതുക്കെ വേഗത കൂട്ടാൻ തുടങ്ങുകയും അതിന്റെ റേറ്റഡ് സ്പീഡിൽ എത്തുകയും ചെയ്യുന്നു. ഇനി നമുക്ക് വോൾട്ട് മീറ്റർ, ടാക്കോമീറ്റർ റീഡിംഗുകൾ ശ്രദ്ധിക്കാം. അമ്മീറ്റർ, ടാബുലേറ്റ് എന്നിവയിൽ നിന്ന് ലൈൻ, സ്റ്റാർട്ടിംഗ്, റണ്ണിംഗ്, ഫുൾ ലോഡ് കറന്റ് എന്നിവ പട്ടികപ്പെടുത്തുക. മോട്ടോറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, ഭ്രമണത്തിന്റെ ദിശ ഫോർവേഡ് ദിശയായി രേഖപ്പെടുത്തുക.
പ്രയോഗിച്ച വോൾട്ടേജ് 0-ൽ എത്തുന്നതുവരെ റോട്ടർ പ്രതിരോധം കുറയ്ക്കുക. 3 ഫേസ് വിതരണം ഓഫ് ചെയ്യുക. മോട്ടോറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ മാറ്റാൻ ട്രാൻസ്ഫോമറിന്റെ ഏതെങ്കിലും 2 ഘട്ടങ്ങളുടെ വയറുകൾ പരസ്പരം മാറ്റുക. അതായത് RY അല്ലെങ്കിൽ YB. 3 ഫേസ് പവർ സപ്ലൈ ഓണാക്കി TPST സ്വിച്ച് അടയ്ക്കുക. റോട്ടർ പ്രതിരോധം അതിന്റെ പരമാവധി സ്ഥാനത്തേക്ക് നിലനിർത്തുക. മോട്ടോർ പതുക്കെ വേഗത കൂട്ടാൻ തുടങ്ങുകയും അതിന്റെ റേറ്റ് ചെയ്ത വേഗതയിൽ എത്തുകയും ചെയ്യുന്നു. മോട്ടോറിന്റെ ഭ്രമണത്തിന്റെ ദിശ നിരീക്ഷിച്ച് ഭ്രമണത്തിന്റെ ദിശ വിപരീത ദിശയായി രേഖപ്പെടുത്തുക. മോട്ടോറിന്റെ വർദ്ധിച്ച വേഗത നിരീക്ഷിച്ച് റോട്ടറിന്റെ സർക്യൂട്ട് പ്രതിരോധം 0-ലേക്ക് ക്രമേണ കുറയ്ക്കുക. റോട്ടർ സർക്യൂട്ടിലെ അമ്മീറ്റർ പോയിന്ററിന്റെ വ്യതിചലനം നിരീക്ഷിക്കുക. അത് ഇരുവശത്തും ഓസിലേറ്റ്സ് ചെയ്യുന്നതായി ശ്രദ്ധിക്കുക. വാച്ച് ആരംഭിച്ച് നിർത്തുക. അമ്മീറ്റർ പോയിന്ററിന്റെ ഓസിലേഷൻസ് 1 മിനിറ്റ് അളക്കുക. ഒരു പട്ടികയിൽ രേഖപ്പെടുത്തുക. ബ്രേക്ക് ലോഡിംഗ് ഹാൻഡ് വീൽ കർശനമാക്കി ലോഡ് വർദ്ധിപ്പിക്കുക. ഘട്ടങ്ങളിൽ മീറ്റർ റീഡിംഗുകൾ നിരീക്ഷിക്കുക. ഓരോ കേസിലും മിനിറ്റിൽ അമ്മീറ്ററിന്റെ ഓസിലേഷൻസിന്റെ എണ്ണം രേഖപ്പെടുത്തുക. ഇപ്പോൾ പരീക്ഷണം പൂർത്തിയായി. ലോഡിംഗ് നോ ലോഡ് അവസ്ഥയിലേക്ക് കുറയ്ക്കാം. 3 ഫേസ് വിതരണം ഓഫ് ചെയ്യുക. സ്ലിപ്പ് നിർണ്ണയിക്കാൻ വ്യത്യസ്ത പ്രകടന പാരാമീറ്ററുകൾ ഇപ്പോൾ കണക്കാക്കാം. നമ്മൾ പഠിച്ചത് റീക്യാപ്പ് ചെയ്യാൻ. ഒരു 3 ഫേസ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ ടെർമിനലുകൾ തിരിച്ചറിയുക. റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ വഴി 3 ഫേസ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ വയറപ്പ് ചെയ്ത് ബന്ധിപ്പിക്കുക. 3 ഫേസ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ആരംഭിച്ച് പ്രവർത്തിപ്പിക്കുക. സ്റ്റാർട്ടിംഗ് കറന്റും റണ്ണിംഗ് കറന്റും അളക്കുക. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ വിപരീതമാക്കുക. 3 ഫേസ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൽ ലോഡ് പ്രയോഗിച്ച് സ്ലിപ്പ് അളക്കുക. ഇത്രയുമാണ് കണക്ട്, സ്റ്റാർട്ട്, റൺ ആൻഡ് റിവേഴ്സ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് സ്ലിപ്പ് റിംഗ് മോട്ടർ ത്രൂ റോട്ടാർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ ആൻഡ് ഡിറ്റർമൈൻ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചുള്ളത്. നിങ്ങൾക്ക് എല്ലാ ആശയങ്ങളും പരിശീലനങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത സെഷനിൽ കാണാം.